പത്മിനി, ചന്ദ്രനാരുടെ കത്ത. ഏത് നിമിഷം പ്രതീക്ഷിക്കാന്ന്. വരും വരുന്നുള്ള കാത്തിരിപ്പ് വലിയ വിഷമാ. ഇവിടെ ആശാരിമാര് വന്നിട്ടുണ്ടെന്ന് പറയണ കേട്ടു. കുറച്ച് പണിയോട് ബാക്കിയുണ്ടായിരുന്നു. ചന്ദ്രേട്ടൻ വരുമ്പോഴേക്കും അത് കഴിച്ചു വെച്ചാ വീട് പണി തുടങ്ങാലോ. ആശാരിമാരാരേലും ഉണ്ടേല് ഒരു 10 മിനിറ്റിന് വിടുവോ കോലത്തേക്ക്? അടുക്കളപ്പുറത്തൊരു പട്ടിക ദ്രവിച്ചിട്ട് എപ്പോഴാ ഓട് തലയിൽ വീഴാന്ന് അറിയില്ല. ഒരാശാരി അന്വേഷിച്ചിട്ട് കിട്ടണ്ടേ? 10 മിനിറ്റ് നേരത്തെ പണിയേ ഉള്ളൂ. അതിനെന്താ വേണ്ടെന്ന് വെച്ചാ കൊടുക്കുകയും ചെയ്യാം. അയ്യോ, അതൊന്നും വേണ്ട, ഞാൻ അങ്ങോട്ട് പറഞ്ഞുവിടാം. ഇത്തിരി വൃത്തിയും വെടുപ്പുള്ള ഒരെണ്ണത്തിന് വേണം വിടാൻ. പിന്നെ വരുമ്പോ കൈയും കാലും കഴുകിയിട്ട് വേണം കോലത്തേക്ക് കേറാന്ന് പറയണം. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നും ഇല്ല. എന്നാലും ശരി. അമ്മേ, അമ്മേ, ഒന്നിങ്ങോട്ട് വരൂ. ഒരു തമാശ കാട്ടിത്തരാം. എന്താടി? ഒന്നിങ്ങോട്ട് വരൂ. ഈ ആളെ അറിയോ അമ്മേ? അമ്മയ്ക്ക് മനസ്സിലായില്ലേ? യേശുദാസ്. അച്ഛൻ സംഗീതജ്ഞൻ, അമ്മ സംഗീതജ്ഞ. ഇതാണ് സംഗീതം. എത്ര കാശ തരേണ്ടത്? ഒന്നും വേണ്ട. നിൽക്കൂ. സൗജന്യൊന്നും എനിക്ക് വേണ്ട. ഈ ചെമ്പൈ സംഗീത കോളേജില് ആശാരിപ്പണി പഠിപ്പിക്കുന്നുണ്ടോ അമ്മേ? പരിഹസിക്കരുത്. കള്ളത്തരം മുഴുവൻ പറഞ്ഞു വലിയ കേമത്തരം ചമഞ്ഞു. എനിക്ക് അന്നേ അറിയാൻ നുണയാണെന്ന്. ചെമ്പൈ സംഗീത കോളേജിന്റെ പ്രിൻസിപ്പൽ ആരാന്നറിയോ? ഇവളുടെ അമ്മാമൻ, എന്റെ ഏട്ടൻ പ്രഭാകരവർമ്മ. എന്തുണ്ടായി തമ്പ്രാട്ടി? കാര്യങ്ങളൊക്കെ ഇയാൾക്കറിയാം. അപമാനിച്ചു വിട്ടില്ലേ എന്റെ മോളെ? ഇവൾക്ക് പാടമറിയില്ല അത്രേ. എന്നിട്ട് ആ വേലക്കാരി പെണ്ണ് പാടിയ പാട്ട് കേമം. ചേരേണ്ടതല്ലേ ചേരൂ. കണ്ട ആശാരി ചക്കന്റെ കൂടെ പാടാൻ അളവന്നില്ലല്ലോ. അതന്നെ ഭാഗ്യം. ഇപ്പൊ നിന്റെ മനപ്രയാസം തീർന്നില്ലേ? അമ്മേന്നെ ഒന്ന് കാണട്ടെ. പൊട്ടരാണത്രേ, പൊട്ടര്. നിനക്കത്ര സഹിക്കാൻ പറ്റണ്ടെങ്കിൽ നീ തത്തമംഗലത്തിന് തിരിച്ചു നോക്കൂ. എന്തായാലും ആലോചിച്ചിട്ട് തീരുമാനിക്കുക. ആശാരിയുടെ കല പാട്ടും കൂട്ടുകൊണ്ടല്ല, അതിനേക്കാളൊക്കെ വലിയ കലയാ. നിനക്കിത് രണ്ടും ഉണ്ടല്ലോ. പിന്നെന്താ നിനക്കത്ര മാനക്കേട്? ഇതുകൊണ്ടാ ഞാൻ നാട്ടിൽ പണിക്ക് പോകാത്തത്. പട മേടിച്ച് പന്തളത്ത് നിന്നപ്പോ പന്തം കൊളുത്തി പട. പട പേടിക്കാനില്ലടാ പന്തളത്തിന് പോണ്ട കാര്യമുള്ളൂ. പട പേടിച്ചില്ലെങ്കിലോ? എൻജോയ്. അങ്ങനെയുണ്ടല്ലോ ഒരു കാര്യം. ശശിയെ വിളിച്ചിട്ടാ? ഞാൻ വിളിച്ചാലേ. എവിടെ നിന്നിട്ട്? ഇനി താങ്ങില്ല. ആഹാ, ഇപ്പഴാ പറഞ്ഞേ? അത് പിന്നെ സ്വഭാവം മറക്കോ? ഉണ്ണാൻ വിളിക്കുമ്പോഴാണല്ലോ പണിത്തിരക്ക്. അതൊരാപ്പാണല്ലോ. ഇവളാണൊരു കാന്താരി തന്നെയാണ് കേട്ടോ. ഇവളും അവളെ എടിയെന്നൊക്കെ വിളിക്കാനേ വീട്ടിൽ നിന്ന് സ്വന്തം മോളെ കൊണ്ടു നിർത്തണം. കൊച്ചമ്പ്രാട്ടിന്ന് വിളിക്കണോന്ന് അമ്മാവാ പൂതി. കൊച്ചമ്പ്രാട്ടിയെ അടിയിൽ ഇത്തിരി ചോറ്. അടിയാളർക്കൊക്കെ പുറത്താ സീറ്റ്. അപ്പൊ നമ്മൾ രണ്ടാളും പുറത്തിരിക്കേണ്ടി വരും. എന്തൊരു തമാശ. ഞങ്ങളുടെ നാട്ടില് വീട്ടുവേലക്ക് നല്ല അടക്കം ഒതുക്കമുള്ള പണി അറിയാവുന്ന പെമ്പിള്ളേരെ നിർത്തും. ഇത് കണ്ടോ അമ്മാവാ ഒരു മുരിങ്ങക്കായന്റെ നീളം? അയ്യോ, ഇതെന്താ കൊടിമരോ? അളവ് നോക്കി മുറിക്കാൻ ഇവിടെ മുഴക്കോലൊന്നുമില്ല. അത് ഞങ്ങൾ ആശാരിമാരുടെ കയ്യിലുണ്ട്. പക്ഷെ അടക്കാൻ മാത്രമല്ല, നല്ല പടപടയ്ക്കാനും പറ്റും. അതിന് നല്ല വള്ളിച്ചോറിലാടാ നല്ലത്. വള്ളിച്ചോറിലും കൊണ്ടിങ്ങോട്ട് വാ. മോന്തിട്ട് ഷേപ്പ് മാറ്റും. മിണ്ടായിരിക്കടി. അപ്പൊ അയാള് പറയണതോ? പപ്പേച്ചിയുടെ മുമ്പിലെ ചിത്രമൊക്കെ പറഞ്ഞിട്ടും എന്താ അയാളോട് പറയാത്തെ? അരിയും തിന്ന് ആശാരിച്ചും കടിച്ചു. പിന്നെ പട്ടിക്കന്നെ മുറുറുപ്പ്. തൈരിക്കുന്നുണ്ടോ പത്മേച്ചി? കുറച്ചേ ഉണ്ടാവുള്ളൂ. ഉള്ളതാ പാലക്കാട്ടിൽ നിന്ന് അമ്മാമ്മ വന്നിട്ടുണ്ട്. വെള്ളം കുടിക്കാൻ എല്ലാരും ഉണ്ടോ? അമ്മായി മക്കളൊന്നും വന്നിട്ടില്ല. അമ്മാമ്മ ഗുരുവായൂർ കച്ചേരി കഴിഞ്ഞ് വരുന്ന വഴിയാ. നന്നായേ ഉള്ളൂ. അമ്മാമ്മ പറഞ്ഞു കേട്ടോ, അറിയാന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ഒന്നും കഴിച്ചില്ലല്ലോ. ഇന്ന് ചിലരുടെ കണ്ട് വെളിച്ചത്താവും. വരില്ലെന്ന്
എനിക്കറിയാം. എന്നാലും അമ്മമ്മ കാണുന്നു പറഞ്ഞപ്പോ അയാളുടെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു. തനിക്കുറുക്കൻ. നീ വെറുതെ ആളോടെ വട്ടുപിടിപ്പിക്കണ്ട. എന്തെങ്കിലും നുണയൊക്കെ പറഞ്ഞ് ജീവിക്കണവര് ജീവിക്കട്ടെ. ആ അതെ തിരുമേനി, ഉറങ്ങിയാൽ ശരിയാവില്ല കേട്ടോ. പോണം. ഏയ് ഉറങ്ങണില്ല, ഊണ് കഴിഞ്ഞൊന്ന് കിടക്കും, അത്രേ ഉള്ളൂ. കാണാൻ ഒരാൾ വന്നിരിക്കണു. ആരാ? ഒരാശാരിച്ചക്കൻ. വരാൻ പറയൂ. ഓ ഇങ്ങോട്ടോ? ഇങ്ങോട്ടൊന്നും കയറ്റണ്ട. ഏട്ടൻ അങ്ങോട്ട് ചെല്ലു. എടാ നീ എന്താടാ ഇത്? നീ ബോംബയ്ക്ക് വീണാണല്ലോ ഞാൻ അറിഞ്ഞത്. പോയില്ല. ശശികുമാർന്ന് കേട്ടപ്പോ എനിക്ക് മനസ്സിലായില്ല. അത് ഗാനമേളക്കൊക്കെ പോകുമ്പോ ഒരു സ്റ്റൈലിന്. ശശിധരൻ എന്ന പേരിന് സ്റ്റൈൽ കുറവെന്ന് ആരാ പറഞ്ഞത് തന്നോട്? മഹാനിഷേധിയാ നീ. സിനിമാക്കാരുടെ പുറകെ നടന്ന് പഠിപ്പ് വലിച്ചു. ഹിന്ദുസ്ഥാനി പഠിക്കാൻ ബോംബെക്ക് പോയി എന്നറിയപ്പോ ആയിക്കോട്ടെ, അങ്ങനെയെങ്കിലും നന്നാവണമെങ്കിൽ നന്നാവട്ടെ എന്ന് വെച്ചു. എവിടെ? ദേ മരപ്പണി കൊണ്ട് നടക്കുന്നു. വിവരം കെട്ടവൻ. ലീലേ, നിങ്ങൾ പരിഹസിച്ചില്ലേ അവനെ? പരിഹസിക്കല്ല വേണ്ടത്, അടിയാ കൊടുക്കേണ്ടത്. ഈശ്വരൻ മനസ്സറിഞ്ഞ് വരദാനായിട്ട് കൊടുത്ത ശബ്ദം ഒരു വിലയില്ലാണ്ട് നശിപ്പിക്കണം മരമണ്ടൻ. വാടാ, ഇങ്ങോട്ട് കയറുവാ. വേണ്ട സാർ, പണിസ്ഥലത്ത് നിന്ന് പറഞ്ഞതാ. വേർപ്പാ, കുളിച്ചിട്ടില്ല. പിന്നെ വേണ്ട, അങ്ങോട്ട് കയറുന്നില്ല, അത് ശരിയാവില്ല. പണി ഉണ്ടാവും അവിടെ. സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ പോയിക്കോട്ടെ ഏട്ടാ. കണ്ടിട്ട് ഇവനെ വെറുതെ വിടാനോ? അത് കൊള്ളാം. കോളേജിൽ പഠിച്ചു പോയ ധാരാളം കുട്ടികളുണ്ട്, മിടുക്കന്മാരും അല്ലാത്തവരൊക്കെ ഉണ്ട്. സിനിമാ പാട്ടിന്റെ അസ്ക്രിയുണ്ടെങ്കിലും 5-8 കൊല്ലത്തിനിടയ്ക്ക് ഇവന്റെ പോലെ ഇത്രയും ശ്രുതിശുദ്ധമായൊരു ശബ്ദം എന്റെ ഓർമ്മയില്ല. കേൾക്കണ്ട നിനക്ക്? ഓ, എന്ത് കേൾക്കാൻ? ഇവിടെ അകത്തേക്ക് കയറണമെന്നും മൂപ്പർക്ക് ഇഷ്ടാവില്ല. നിനക്കിഷ്ടല്ലാന്ന് പറയൂ. സംഗീതത്തിന് എന്താടി അയിത്തം? സംഗീതത്തിന് അയിത്തം കൽപ്പിക്കണം നീ. ഈശ്വരനും അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തുന്ന കരുതണ്ടേ? വേണുനാഥം എവിടുന്നാ ഉണ്ടാവണെന്ന് അറിയോ? ഈറക്കൊള്ളിന്ന താൻ ഇങ്ങോട്ട് വരിക. അല്ല, പാടോ. കണ്ണീർ പൂവിന്റെ കവളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്റെ മറന്നു എന്റെ ഇല്ല, അറിയാതെ ഇനി പാടില്ല. പാടിക്കോ, അറിഞ്ഞൊക്കെ പാടിക്കോ. പക്ഷെ രാധയെ കാണുമ്പോഴുള്ള പാട്ട് അത് വേണ്ട. അത് ആരോഗ്യത്തിന് ഹാനികരാ. മനസ്സിലായോ? യെസ്, ഇൻജൂറിയസ് ടു ഹെൽത്ത്. അതെ. ഇപ്പോ പാട്ട് നിർത്തണ്ട. പോയിക്കോ. പാടിത്തുടങ്ങാൻ പദങ്ങളില്ല, ആടിത്തുടങ്ങാൻ ചുവടുകളില്ല. മുഴക്കോല് ചിലർക്ക് ഗന്ധർവന്റെ ജന്മം കിട്ടിയിരിക്കുന്നത്. ആർക്കാ രാച്ചി? എന്റെ കെട്ടിയോനും. ഈ രാച്ചി അതിന് ഇത്ര പവറൊന്നും കാണിക്കണ്ട. ഞാൻ കുട്ടിയോട് എന്തെങ്കിലും ദ്രോഹം ചെയ്തോ? വയറ്റിപ്പഴപ്പിന് വേണ്ടിയാ മരപ്പണിക്ക് വരുന്നത്. പാട്ടിൽ ഇത്തിരി കമ്പൗണ്ടായി പോയിന്നല്ലാതെ ഒരു കുറ്റവും ഞാൻ ചെയ്തിട്ടില്ല. എന്തിനാ എന്നെ ഇങ്ങനെ കളിയാക്കണേ? പ്ലീസ്, ജീവിച്ചു പോയിക്കോട്ടെ. വിളിക്കട്ടെ രാച്ചി? മുഴക്കോ? വേണ്ട, ഇനി അങ്ങനെ വിളിക്കണ്ട. പാവല്ലേ. പാലെപ്പിടി തിളച്ചു പോയല്ലോടി. നീ ഇവിടെ എന്തെടുക്കായിരുന്നു? നിനക്ക് എന്താടി പറ്റിയേ? 2 ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു, എല്ലാറ്റിനും ഒരു അശ്രദ്ധ. നീ ഇവിടെ ഒന്നും അല്ലേ? മാപ്പ് തരണം.
ഇയാളെ ഞാൻ അതിനൊന്നും ചെയ്തില്ലല്ലോ. തന്നിരിക്കുന്നു. എന്താ? മാപ്പ്. മാപ്പോ? മാപ്പല്ല, ആപ്പ്. ആപ്പ്. ആപ്കി കസം കണ്ടിട്ടില്ലേ? കുഞ്ഞുട്ടേട്ടോ, മരുമോന് എവിടെയോ ഒരക്ഷര പെശക് കാണുന്നുണ്ടാ. എടാ, അവന്റെ ഒരക്ഷരല്ലേ പെശകിട്ടുള്ളൂ, നിന്റെ 3 അക്ഷരം പെശകി കിടക്കുക. 3 അക്ഷരം? കുരുത്തം. ഇതുപോലൊരാൾ എന്റെ വീടിന്റെ അടുത്തുണ്ട്. ചെവിയിൽ എപ്പോഴും ഒരു പൂ വെച്ചുണ്ടാവും. ചെമ്പരത്തിപ്പൂ. എടാ, നിന്റെ വീടിനടുത്തുള്ള ഒരാളെന്ന് പറയേണ്ട കാര്യമില്ല, നിന്റെ വീട്ടിലുള്ള ഒരാള് എന്ന് പറഞ്ഞാ പോരെ. അതാരാ? നിന്റെ അച്ഛൻ. മോനെ ശശിയെ, കള്ളപ്പണി പഠിക്കല്ലേ. പുളിക്ക് മൂർച്ച കൂടണ്ടമാവാ. അത് കണ്ണും മനസ്സും ഉളിത്തലൊക്കെ വേണം. നമ്മുടെ രാഘവനെ കണ്ടു പഠിക്കല്ലേ. നീ നാണുവാശേര മോനാ, ആ പേര് കളയരുത്. അത് നമ്മക്കിട്ടൊരു ആപ്പടിച്ചാണല്ലോ. എടാ, ആ പഠിക്കുന്നിടത്ത് ആണി അടിച്ചിട്ട് വല്ല കാര്യം ഉണ്ടാ കുരങ്ങ. ദിവാരം പറഞ്ഞിട്ട് നീ വെറുതെ വേണ്ടാത്തൊന്നും പറഞ്ഞ അവന് ചുണ്ടി കയറ്റരുത് കേട്ടോ. ആ തെറ്റയോടെ എന്താ പ്രശ്നം ഉണ്ടാക്കിയേ? ആര്? ഇവളുടെ തന്ത. ഏയ്, പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. എന്നെ വിളിക്കൊന്നും വേണ്ട, ഇത്തവണ ഞാൻ കൊടുക്കുവാ നായിക്ക്. നീ വെറുതെ കാള പറ്റുന്ന കേട്ട് കയറെടുക്കണ്ട. അയാൾ ഏതോ നാടാക്കാരും കൊണ്ട് വന്നു, പറ്റില്ല എന്ന് ഇവള് പറഞ്ഞു, അവര് പോയി. ഇത്രേ ഉണ്ടായുള്ളൂ. ലേഡി പറ്റില്ല എന്ന് പറഞ്ഞത് അച്ഛൻ ഭാവി ഉണ്ടാക്കിയല്ലേ, പോയിരുന്നില്ലേടി? എന്തായാലും മിണ്ടാതെ. ഞാനെന്ത് മിണ്ടാനോ? ഇനി മുതൽ 1-ാം തീയതി കാശും കൊടുക്കേണ്ട, അടിച്ചതിനകത്ത് കയറ്റം വേണ്ട. ഒരു പാഠം പഠിക്കട്ടെ ചേറ്റ. ശിവാരോ, പട്ടിയുടെ വാല് കുഴലിലിട്ടാ നീ വരുവോ? താൻ ആദ്യം തന്റെ വാല് കുഴലിട്ട് ഭാരിച്ച കാര്യമൊന്നും അന്വേഷിക്കണ്ട. ഓരോ വക്കീലന്മാര്. എന്തൊരു സാധനത്, കാട്ടുപോത്തിന്റെ ചമ്മോ? പത്മിനേച്ചി, പത്മിനേച്ചി, പത്മിനേച്ചി. പപ്പേച്ചി ഇവിടെ ഇല്ല, ഫോൺ ചെയ്യാൻ പോയിരിക്കാ ചന്ദ്രേട്ടന്. എന്തേ? അല്ല, നാളെ ഞാൻ ഉണ്ടാവില്ല. ഒരു ഗാനമേള ഉണ്ട് തൃശ്ശൂര്. അപ്പൊ ഞാൻ വരണ്ടേ? എന്നിട്ട് വേണം അയാൾ എന്നെ കൊല്ലാൻ. ആര്? രാവിലെ വന്നില്ലേ ഒരു ഉദ്ദണ്ഡൻ, അയാളെ രാധെ കെട്ടാൻ പോണതല്ലേ. എന്നാര് പറഞ്ഞു? എന്റെ അമ്മായിയുടെ മോനാ. അയാളുടെ ഭാഗ്യം, അല്ലെങ്കിൽ രാധയെ പോലൊരു കുട്ടിയെ. എന്റെ ഭാഗ്യക്കേട്, മോഹിക്കണതൊന്നും കിട്ടില്ല എനിക്ക്. രാധയ്ക്ക് ആൾ ഇഷ്ടല്ലേ? ഇഷ്ടമുള്ളവരൊക്കെ കല്യാണം കഴിക്കാൻ പറ്റുമോ? പിന്നെ രാധയ്ക്കാരെ ഇഷ്ടം? പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ എങ്കിൽ മനസ്സിലാക്കണ്ട. എനിക്ക് യോഗമില്ലെന്ന് സമാധാനിച്ചോളാം. ഏയ് രാധേ, വേണ്ട, എന്നോട് മിണ്ടണ്ട. എന്താ ശശി? ഞാൻ ആരെയും കണ്ടില്ല ഇവിടെ. നാളെ ഞാൻ ഉണ്ടാവില്ല, ഒരു ഗാനമേള ഉണ്ട്. അതിൽ രാധയെ വിളിക്കണ്ടോ? ഇല്ല, ഇപ്പൊ വിളിക്കണില്ല, പിന്നൊരിക്കൽ. ചന്ദ്രൻ നായർ തന്നതാ, വേറെയും ചില സാധനങ്ങളുണ്ട്. ചന്ദ്രേട്ടൻ വന്നോ? കുട്ടി അറിഞ്ഞില്ലേ? വന്നു, 1 മണിക്കൂറായി. എല്ലാം കൂടി കൊണ്ടുവന്ന ലഗേജ് ഒരുപാടാകുമല്ലോ എന്ന് കരുതിയാ. ഇത് ഞാൻ നിനക്ക് സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവരും. മോനച്ഛൻ വേറെ വാങ്ങിത്തരാം. ഇവൻ ആള് മഹാകുസുതിയാ. ഇപ്പൊ ചിരിക്കണം.
5 കൊല്ലായിട്ട് മോൻ വെളുത്താണോ കറുത്താണോന്ന് പോലും തിരിഞ്ഞു നോക്കാത്ത ആള്. ഓ, എന്റെ മോൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് എനിക്ക് നല്ല പോലെ അറിയാം. ലതകുട്ടാ, മോൻ ചേച്ചിയുടെ കൂടെ പോയി കളിച്ചോട്ടോ. നീ എനിക്ക് എല്ലാ കൊല്ലം ഫോട്ടോ അയച്ചു തരാറുണ്ടല്ലോ. മോൻ മാത്രമല്ലല്ലോ, ഒരു ഭാര്യ ഇവിടെ ജീവിച്ചിരിക്കണ്ടല്ലോ. അപ്പൊ ഞാനവിടെ സുഖിച്ച് കഴിയാന്നാ നിന്റെ വിചാരം? ചന്ദ്രേട്ടാ, ഞാൻ പേടി പേടിക്കായിരുന്നു. ഇത് നമ്മുടെ രാധയല്ലേ? നൂല് പോലെ ഇരുന്ന പെണ്ണ് കയറി അങ്ങ് വളർന്നുപോയല്ലോ. ചന്ദ്രേട്ട ഇപ്പൊ ഒരു കിളവനായി. പോയി അവിടുന്ന്. കണക്കിന് ദിവാകരൻ ഇവിടുന്ന് മാറണ്ടാവില്ല. നീ ആ സാധനങ്ങളൊക്കെ അകത്തുകൊണ്ട് വെച്ചേ. ഞാൻ ആരുടെയും തുടക്കത്തിലെ കട്ടുറുമ്പ് ആവണില്ലപ്പാ. എങ്ങനെയുണ്ട് ഇവളിപ്പോ? അല്ല, ഈ പ്രായത്തിന് പെശകാണേ. അവള് പാവ. ഇഷ്ടമായി? അയ്യേ, ഇതെന്താ പുരട്ടി വെച്ചിരിക്കുന്നേ? കഴുത. വേണ്ട, 1 മാസത്തേക്കുള്ളതുണ്ട്. അപ്പൊ അപ്പേച്ചോട് ചോദിച്ച് പഠിക്കേ. നോക്കി, വളരെ കോസ്റ്റ്ലിയാ. ഇനിയുണ്ട് ചിലതൊക്കെ എന്റെ പെട്ടിയില്, ഞാൻ തരാം. എങ്ങനെയുണ്ട്? നല്ല സ്മെല്ല. എന്താണ് മുഖത്ത് കാട്ടി വെച്ചിരിക്കണേ? ഞാനും അത് പറയായിരുന്നു. നേരെ എത്രയെന്ന് വെച്ചാ കിടക്കണ്ടേ? അപ്പൊ ഇന്ന് മുതൽ പപ്പേച്ചിയുടെ മുറിന്ന് ഇവൾ ഔട്ട്. ചില ഒച്ചയും വേളമൊക്കെ കേക്ക് മൈൻഡ് ചെയ്യണ്ട. എന്താണ്, മുറ്റടിയാണോ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? കണ്ടിട്ട് ഗാനമേള എങ്ങനെ ഉണ്ടായിരുന്നു? ഗാനമേള വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പത്മിനിയുടെ ഭർത്താവ് വന്നിട്ടുണ്ടല്ലേ? എങ്ങനെ മനസ്സിലായി? അതൊക്കെ മനസ്സിലായി. ആളത്ര ശരിപ്പുള്ളി അല്ലല്ലേ? ആര് പറഞ്ഞു? ഇതൊക്കെ ആരെങ്കിലും പറയണോ? ഉണ്ണിയെ കണ്ടാൽ അറിഞ്ഞൂടെ ഊരിലെ പഞ്ഞം. ഏതായാലും ഒന്ന് സൂക്ഷിച്ചോളൂ. അയ്യോ, ചന്ദ്രേട്ടൻ നല്ല ആളാ, എന്നെ വലിയ ഇഷ്ടാ. ഇഷ്ടമൊക്കെ ശരി, പക്ഷേ എനിക്ക് അത്ര ഇഷ്ടായില്ല. അതുകൊണ്ട് കുട്ടിയും അത്ര ഇഷ്ടപ്പെടുന്നു വേണ്ട. ആരാതെ? ഇവിടെ പണിക്ക് വന്ന് ആശാരിയാണ്. ഈ ആശാരിമാർക്കൊക്കെ ഇപ്പൊ യൂണിഫോം ഉണ്ടോ? ഞാനൊരു ഗാനമേള കഴിഞ്ഞ് പറഞ്ഞ വഴിയാ. നേരം വൈകണ്ടെന്ന് വെച്ച് നേരം ഇങ്ങോട്ട് പോന്നു. ജൂനിയർ യേശുദാസാ? ഓ, അതാണല്ലേ ഈ വൈറ്റ് ആൻഡ് വൈറ്റ്. ജൂനിയർ യേശുദാസ് ചെല്ല്. ഈ വീട്ടിൽ പണിക്ക് വരുന്ന ആശാരിമാരോടൊന്നും ഇത്ര ചിരിയും കളിയൊന്നും വേണ്ട. ഇതങ്ങ് വലിയ എന്തിനാ? എനിക്ക് നക്കി തക്കിയിരിക്കാൻ വയ്യ. ഒഴിച്ച വിഴുകണം. മതി വിഴുങ്ങിയത്. വീട്ടിൽ പോ നോക്ക്. ഞാൻ പോണില്ല. എന്ത് നീ കുടിച്ചു വെച്ചാൽ നിന്റെ തന്റെ പോലെ നാരയൊന്നും ആവില്ല. ചന്ദ്രനോട് പറഞ്ഞ് മനസ്സിലായോ? ചന്ദ്രന, നീ ആളൊരു ഭാഗ്യവാനാടാ. എനിക്ക് ഭാഗ്യത്തിന് ഒരു കുറവുമില്ല. അന്തസ്സായി പണിയെടുക്കുന്നുണ്ട്. ഇപ്പൊ വീട് നന്നാക്കി കരണ്ടിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് കുമ്മായം തേക്കണം, ശിവൻ ഇടണം. പിന്നെ എന്താ സാവകാശം മതിയിടാ. അവൾക്ക് 10-18 വയസ്സല്ലേ ആയിട്ടുള്ളൂ. എന്നാലും എത്ര കാലം എന്തിനാ ഞാനീ കോഴിക്ക് മുല കൊണ്ടെന്ന് കാത്തിരിക്കാൻ തുടങ്ങി. ഇനിയിപ്പോ എന്താ മൂക്കി പല്ല് പൊളഞ്ഞിട്ടോ? അതെ, ഇന്ന് ശിവരാത്രിയൊക്കെ പരിപാടി. ശിവരാത്രിയെങ്കിൽ ശിവരാത്രി, നവരാത്രിയെങ്കിൽ നവരാത്രി. അതുകളാ വെറുതെ ഇരുന്ന് ചെക്കനെ വിളിച്ച് കള്ളും കൊടുത്ത് മതി. ഇനി എനിക്ക് ദേഷ്യം വരും കേട്ടോ. നിർത്തി, ഇത് ലാസ്റ്റാണ് വലി. പേടിച്ചൊന്നുമില്ല. ഏയ്, അത് മുഖം കണ്ടാൽ അറിയാം. ഇന്ന് അമ്മാവൻ എന്തേ? അമ്മാവൻ ചിലപ്പോ ഇനി ഉണ്ടാവില്ല. ഇനിയോ? ഇവിടെ പണി കഴിയാറായല്ലോ.
ഇനി ഞങ്ങൾ പിള്ളേർക്ക് ചെയ്യാനുള്ള പണിയുള്ളൂ. അത് കഴിഞ്ഞാ നിങ്ങളെങ്ങനെ കാണുക? ഇവിടുത്തെ പണി കഴിഞ്ഞാലും ഞാൻ ഈ നാട്ടിലൊക്കെ ഉണ്ട്. ഞാൻ വരും, വെറുതെ. സത്യമായിട്ടും വരും. കുട്ടിയെ കാണാതെ ഇപ്പൊ എനിക്കൊരു സുഖമില്ല. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞാൻ ഈ വഴി വരും. എന്നെ മറക്കും. മറക്കേ? മറന്ന എനിക്കല്ലേ നഷ്ടം. ഈ കണ്ണും ചിരിയും പാട്ടും ഇതൊന്നും ഞാൻ നഷ്ടപ്പെടുത്തില്ല. പോട്ടെ, ആരെങ്കിലും കാണും. കാണട്ടെ, എല്ലാരും അറിയട്ടെ. അത് സമയമാകുമ്പോ പോരെ. രാധ എങ്ങടാ? അമ്മായി ഒന്ന് കാണണം. അമ്മായിയെ കാണാനോ അല്ലെങ്കിൽ? ഞാൻ വെറുതെ ചോദിച്ചല്ലേ. വെറുതെ ഒന്നല്ല, ഞാൻ പറഞ്ഞത് വിശ്വാസമായിട്ടില്ല. ചന്ദ്രേട്ടൻ തന്ന ചില സാധനങ്ങൾ അമ്മായിക്ക് കൊടുക്കാനാ. പോയിക്കോ, ആൾക്കാർ വരണുണ്ട്. വൈകുന്നേരം നേരത്തെ വരണം. ഞാൻ പാലത്തിന്റെ അടുത്ത് കാത്തുവെക്കും. നേരം വൈകുന്ന തോന്നുന്നു. വേഗം നടക്ക്. എന്താടാ പരിങ്ങണേ? ഏയ്, ഒരു പാമ്പ്. പാമ്പോ? ഇവിടെ സാരമില്ല, പോരെ, കടിക്കില്ല. പല്ല് പോയതാ. പല്ല് പോയത് നന്നായി. ഇപ്പൊ വാലോട് കിട്ടു. സൂക്ഷിക്കണേ. നീ പേടിക്കണ്ട, പോരെ. ഞാനില്ലേ കൂടെ. വീണ താഴെ പോട്ടോ. ആ ഉദ്ബന്ധനപ്പോഴും കാണണം. ഇതെല്ലാവരും ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? കാണണമെങ്കിൽ കാണട്ടെ. രാധയ്ക്ക് പേടിയില്ലേ? പേടിച്ചിട്ട് എന്താ കാര്യം? ദിവാരായിട്ട് കാണുന്ന പോലൊന്നുമല്ല. മറുപ്പത്തിലുണ്ടെങ്കിലും ഞാൻ എന്നെ കരഞ്ഞാൽ തീർന്നു. പാവാ. രാധയുടെ കാര്യത്തിൽ ഓക്കെ, പക്ഷെ എന്റെ അടുത്തോ? ഇതൊക്കെ ഓരോരുത്തരുടെ മനസ്സിന്റെ കാര്യമല്ലേ. സ്നേഹിക്കണമെന്ന് പറഞ്ഞ് സ്നേഹിക്കാൻ പറ്റുമോ? സ്നേഹം നമ്മൾ അറിയാണ്ടുണ്ടായി പോണതാ. ഒന്നും മനഃപൂർവ്വമല്ല. എടി, ആശാരിമാരുണ്ടായിരുന്നപ്പോ ഒരു രസമായിരുന്നു ഇല്ല ഉപ്പച്ചി? രസം. നീ കറിക്ക് എന്തൊക്കെയാ നോക്ക്. ചന്ദ്രേട്ടൻ ഉണ്ണാൻ വരുമ്പോ കൂടെ 1-2 പേരുണ്ടാവും. എന്തുണ്ടാക്കാനാ? അമ്മേ, അമ്മേ വാ, ഒരു സൂത്രം കരുതരാം. എന്താ മോളെ? വരുന്നേ. രാത്രിയും വാ. എനിക്ക് വേണ്ട നിന്റെ സൂത്രം. ഇപ്പൊ കരുതരാട്ടോ. കണ്ടോ? മതി, എനിക്കൊരു തലവേദന. ഒന്ന് കിടക്കട്ടെ. ഇനിയും കൊറേ ഉണ്ടമ്മേ. ഞാൻ പോടി അവിടുന്ന്. തള്ളേ, പാരത്തള്ളേ. ഈ തള്ളയുടെ ചെവി പൊട്ടിപ്പോയോ? പാരത്തള്ളേ. പത്നിയച്ചിയോ? ഇത് വലിയ അതിശയായി പോയല്ലോ. അമ്മ എങ്ങനെയൊക്കെയാ വിളിക്കണേ? പിന്നെ ഈ തള്ളേനെന്താ തമ്പുരാട്ടിന്ന് ഈ വിളിക്കണം? കൊച്ചവിടെ നിൽക്കണ്ട്. എന്നെ കൂടെ ഒന്ന് പറയിക്കണ്ട. കണ്ണടാനവരല്ലേ വിളിക്കുള്ളൂ. അതിന് ഇനി വലിയ താമസമില്ല. അപ്പൊ ഡെയിലി കണ്ണടയ്ക്കാണ്ട് ഉറങ്ങണേ. വെട്ടിത്തിളപ്പിച്ച് കുടിക്കേ. മാസത്തിൽ ഒരു ആടുതല വിഴുങ്ങിയില്ലെങ്കിൽ നടുവ് പൊങ്ങില്ലാന്ന് സൂത്ര. ചേട്ടത്തിനും പറയണ്ട, മാറി. സൂത്രാടാ. വെറുതെ ആണോ നിന്റെ തല കണ്ടപ്പോഴേക്കും തന്തയുടെ തല കുറച്ചത്? പാമ്പക്കാല്.
എന്തിനാടാ വെറുതെ? ഇതൊക്കെ ഒരു രസമാ. പത്നിച്ചിരിക്കെ, ഞാൻ ആ കുളത്തിലൊന്ന് മുങ്ങിട്ടു. ഏയ്, എനിക്ക് ഉടനെ പോണം. ഞാൻ എന്തിനു വന്നെന്നറിയോ? വേറെ പണി ഉടനെ തുടങ്ങുന്നുണ്ടാവും. അതെ, അതിനു മുൻപ് ഒരു കടമയും കൂടി തീർത്തുകൊണ്ടെന്നാ ചന്ദ്രേട്ടന്. എന്നാലേ എനിക്ക് സമാധാനം ആവുള്ളൂ. രാധയുടെ കല്യാണം. അതിന് അവക്കൊരു 10-21 വയസ്സായിട്ട് മതിയെന്നാണല്ലോ പത്നിയേച്ചി പറഞ്ഞിരുന്നത്. അതെ, പക്ഷേ ഞാൻ ആലോചിച്ചപ്പോ ചന്ദ്രേട്ടനുള്ളതുകൊണ്ട് എനിക്കൊരു കൂട്ടിന് ആവശ്യമില്ല. നിന്റെ വയസ്സ് കൂടുതല്ലേ, നിന്റെ അമ്മ അതന്നെ പറയണേ. അമ്മ പറഞ്ഞൊന്നും കാര്യമാക്കണ്ട കേട്ടോ. അതല്ല, അവർക്കും ഇല്ലേടെ ആഗ്രഹങ്ങള്, നിന്റെ ഒരു കുട്ടി എടുക്കണമെന്നും കൊഞ്ചിക്കണമെന്നൊക്കെ. പെട്ടെന്നോ? വേറൊന്നും പറയണ്ട. വീട് നന്നാക്കണമെങ്കിലോ കല്യാണ ചെലവിനോ അവൾക്ക് വേണ്ട സ്വർണ്ണ തുണിയോ ഒക്കെ ഞാൻ നോക്കിക്കോളാം. അവൾക്ക് എത്ര കൊടുത്താലും നിന്റെ കടം തീരില്ല. എനിക്ക് ഈ ലോകത്ത് ബന്ധമെന്ന് പറയാൻ ഒരേട്ടൻ മാത്രമേ ഉള്ളൂ. അവരൊന്നും തിരിഞ്ഞു നോക്കാറോടില്ല. രാധ എന്റെ സ്വന്തം അനിയത്തിക്കുട്ടി തന്നെയാ. കൊടുക്കുന്നതിലൊന്നും എനിക്ക് വിരോധം ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്ക് മനസ്സിലാകുന്നില്ല, ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു ആലോചന. പെട്ടെന്നുള്ള ആലോചനയൊന്നും അല്ലല്ലോ. പണ്ടേ അവൻ കെട്ടാനിരുന്ന പെണ്ണ് തന്നെയല്ലേ? അതെ, എന്നാലും പെരപണിയാണെങ്കിൽ തുടങ്ങാൻ പോണു. അതിനിടയില് അവളിവിടെ ഇല്ലാണ്ടായാല്. അവളല്ലല്ലോ പെരപണിയണത്. അടുക്കളപ്പണിക്ക് ഞാനൊരാളെ കണ്ടുവച്ചിട്ടുണ്ട്. ആരെ? ആരായാലും എന്താ, പണിക്ക് ആളുണ്ടായ പോരെ? വല്ലതും വായിച്ചു പിടിച്ച് തിന്നണ്ടടി. അങ്ങനെ രുചി പിടിക്കണ്ട. ഇത്രയും നാളും തിന്നോണ്ടിരുന്നത് രാധ വെച്ച് വിളമ്പിയതല്ലല്ലോ. നീ എന്തൊന്നും പറയാത്തെ? മനസ്സിൽ എന്താന്ന് വെച്ചാ പറയേ. ഒന്നുമില്ല, 2-3 കൊല്ലം കൂടി കഴിഞ്ഞിട്ട്. അവനിപ്പോ പ്രായം എന്തായെന്ന വിചാരം? എത്ര നാളെന്ന് വെച്ചാ അവൻ കാത്തിരിക്ക? അവന് മനസ്സിലാക്കണ്ട നീ? അതിന് നീ കരയണ എന്തിനാ? പാപ്പേച്ചിക്ക് മനസ്സിലാവും. എത്ര അടുപ്പുണ്ടെങ്കിലും കല്യാണം എന്നൊക്കെ പറയുമ്പോ ഏതൊരു പെൺകുട്ടിക്കും ഉണ്ടാവും പേടി. നിന്നെ അവൻ പൊന്നുപോലെ നോക്കിയോളും. ഇങ്ങനെ കരയാൻ അവൻ ഒരിക്കലും ഇടവരുത്തില്ല. എന്തേ കരയാവള്? എന്റെ പത്മിനി വെറുതെ അവളെ എന്തിനാ നിർബന്ധിച്ച് സമ്മതിപ്പിക്കുന്നേ? കല്യാണം എന്നൊക്കെ പറഞ്ഞ ഓരോരുത്തരുടെ ഇഷ്ടാ. അതിനവൾക്ക് ഇഷ്ടക്കേടൊന്നുമില്ല. ആ, ഞാൻ കാലിക്കറ്റ് പോയിട്ട് ചിലപ്പോ ഒരു ഇത്തിരി ലേറ്റ് ആവും. ആ കോൺട്രാക്ട് ഒന്ന് കണ്ടിട്ട് വരൂ. രാധേ, രാധേ, പപ്പേച്ചി കിടന്നു. 10 മണി വരെ കാത്തു. ആ വെള്ളം തന്നെ. നിന്റെ കൈ കൊണ്ട് തന്നിട്ടാന്ന് തോന്നുന്നു. നല്ല മധുരം. നിനക്കെന്താടി ഒരു വിഷാദം? നിനക്കിഷ്ടമില്ലെങ്കിൽ അവന് കെട്ടൊന്നും വേണ്ട കേട്ടോ. ശരിക്കും പറഞ്ഞ ഒരു ചേർച്ചയില്ല. കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെയാവും. നീ വിഷമിക്കൊന്നും വേണ്ട, അവൻ പോട്ടടി. ഈ ചന്ദ്രേട്ടനുള്ളിടത്തോളം കാലം നിനക്ക് ഒന്നിനും ഒരു കുറവുണ്ടാവില്ല. രാജകുമാരിയെ പോലെ നിനക്കിവിടെ ജീവിക്കാം. ചന്ദ്രേട്ടൻ പോയി കുളിച്ച് ഊണ് കഴിക്കാൻ നോക്ക്. ഞാനും ഉണ്ട്. ഇനി ഒന്ന് കിടന്നാ മതി. ലൈറ്റ് ഓഫ് ആക്കണ്ട. ഇനിയിപ്പോ നീ എന്തിനാ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? വാ, നമുക്ക് കിടക്കാം. ചന്ദ്രേട്ടാ, ഞാൻ പറഞ്ഞില്ലേ ഉച്ചയ്ക്ക് നന്നായിട്ട് നോക്കി പറ്റില്ലേ? നീ അത്ര ശരിയാവാൻ അറിയില്ല. എന്നെ കണ്ടവള് വല്ലാതെ പേടിച്ചു, പാവം. ആ, പെരവണി അടുത്ത ആഴ്ച തുടങ്ങാൻ കേട്ടോ. ഞാനൊന്ന് കുടിക്കട്ടെ, വല്ലാത്ത വിശപ്പ്.